നമസ്കാരം. 1942 തിരുവിതാംകൂർ സെൻട്രൽ ജയിലിലെ ഒരു മുറിക്കുള്ളിൽ അരണ്ട വെളിച്ചത്തിൽ ആരവിരുന്ന് എന്തോ കുത്തിക്കുറിക്കുന്നു. അതേ, സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. അതെ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു നോവലാണ് പ്രേമലേഖനം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രേമലേഖനം. പ്രിയപ്പെട്ട സാറാമി, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. മധുരതരമായ ഒരു മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ. സാറാമ്മയുടെ അപ്പച്ചനും ചിറ്റമ്മയ്ക്കും ദാമ്പത്യ ജീവിതമാകുന്ന കണ്ണിലെ കരടാണ് സാറാമ്മ. ഒറ്റപ്പെടലിൻ തുരുത്തിയിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി. ഒറ്റപ്പെടലിൻ തുരുത്തിയിലാണ് പക്വതയുള്ളവൾ സുന്ദരാംഗി. അവളുടെ അപ്പച്ചൻ്റെ വീടിൻ്റെ ഒരു മുറിയിൽ ഒരാൾ വാടകയ്ക്ക് താമസമുണ്ട്. ഉദ്യോഗം സ്വകാര്യ ബാങ്കിൽ. വയസ്സ് 25. കാണാൻ അതിസുന്ദരൻ. പേര് കേശവൻ നായർ. നമ്മുടെ സാറാമ്മയും ഒട്ടും മോശമൊന്നുമല്ല, അതിസുന്ദരിയായിരുന്നു. മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി 2-3 വർഷമായി. എന്നിട്ട് എന്താ കാര്യം? വീട്ടിൽ ചുമ്മാ കുത്തിയിരിപ്പ. കേശവൻ നായർക്ക് സാറാമ്മയോട് കടുത്ത പ്രണയം. മുട്ടിട്ടു വന്ന നൂരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി. മുട്ടിട്ടു വന്ന നൂരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി. ആകാശം മുട്ടുന്ന പോലെയായി. കേശവൻ നായർ പ്രേമത്തിന്റെ സെന്റുപ്പി തുറക്കുന്നതും സാറാമ്മ നോക്കുവത്തു. ഓ, എന്താ ഒരു ദുർവാട! കേശവൻ നായർ എഴുതി തയ്യാറാക്കിയ പ്രേമലേഖനം സാറാമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. സാറാമ്മ അത് വായിച്ചിട്ട് ചുരുട്ടിക്കുട്ടി ഒരു ഏറ് കൊടുത്തു. ഒരു പ്രേമലേഖനം! കേശവൻ നായർ ആ കത്ത് കേൾക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കുവാൻ പോലും തുനിഞ്ഞില്ല. കേശവൻ നായർ മൗനം പൂണ്ടു. സോദി തമാശക്കാരനായ കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ്. ഓ, അതൊന്നുമല്ല. സ്ത്രീകൾ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ്. അന്ന് മുറിപ്പൊട്ടി ബാങ്കിലേക്ക് പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ സാറാമ്മയുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. തൻ്റെ ഉള്ളിലുള്ള പ്രണയം സാറാമ്മയൊന്ന് അറിയിക്കാൻ കേശവൻ നായർ പാടുപെട്ടു. പെണ്ണുങ്ങൾ കൊണ്ട് നടക്കും വാലറ്ററി ബാഗിനുള്ളിൽ എന്തെല്ലാം കോപ്പുകളുണ്ട്, എൻ്റമ്മേ പറയാൻ വയ്യ. ചീപ്പും പൊട്ടും കണ്ണാടി ഒരു നുറുങ്ങു കോളത്തുപ്പി. ഇങ്ങനെ കൊച്ചു വർത്താനങ്ങളുമായി കേശവൻ നായർ എപ്പോഴും സാറാമ്മയെ സമീപിക്കും. പുരുഷന്മാർ കൊടുക്കുന്ന പ്രേമലേഖനങ്ങളും അതിൽ കാണുമായിരിക്കും. ഓരോ ദിവസവും കിട്ടുന്ന കത്തുകൾ കൂട്ടിക്കൂട്ടി ഒരു വലിയ പെട്ടിയിലാക്കും, അല്ലേ സാറാമ്മേ? കേശവൻ നായരുടെ കമന്റ്. വീട്ടിലെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു, സാറാമ്മ കേശവൻ നായരോട് പറഞ്ഞു. കേശവൻ നായർ ആ കാര്യം ഏറ്റു. പല കല്യാണാചനവും വന്ന് ഉഴപ്പിപ്പോയ കാര്യം കേശവൻ നായർ സാറാമ്മയെ ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കിടയും. ക്രിസ്ത്യാനിയല്ലോ വരും വരന്മാർ, സ്ത്രീധനം വേണം അവർക്കിടയും. സ്ത്രീധന ഏർപ്പാട് നല്ലതല്ലേ സാറാമ്മേ? സാറാമ്മയുടെ മറുപടി, കെട്ടേണം ക്രിസ്ത്യാനി നായരെയും, നമ്പൂരി കെട്ടേണം ഇടവരെ, മുസ്ലിം കെട്ടേണം ഹിന്ദുവിനെ, കെട്ടേണം കെട്ടേണം ജാതി മാറി. സാറാമ്മ കേശവൻ നായരോട് ചോദിച്ചു, എന്താ എൻ്റെ ജോലിക്കാര്യം? ശരി, സാറാമ്മയെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു. എന്താണ് എൻ്റെ ജോലി? എന്നെ പ്രേമിക്കുക. അവളുടെ കണ്ണുകൾ പ്രകാശപൂരിതമായി. ശമ്പളം മാസം 20 രൂപ. അങ്ങനെ മാസം 20 രൂപയ്ക്ക് സാറാമ്മ കേശവൻ നായരെ പ്രേമിക്കാമെന്നേറ്റു.
സാറമ്മ ചോദിച്ചു. അപ്പോ എനിക്ക് തന്നിരിക്കുന്ന ഈ ജോലി സ്ഥിരമോ അതോ ടെമ്പററിയോ? കേശവൻ നായർ പറഞ്ഞു, സ്ഥിരം, ശാശ്വതം, അനന്തം. അങ്ങനെ സാറാമ്മ 24 മണിക്കൂറും കേശവൻ നായരെ പ്രേമിക്കാൻ തുടങ്ങി. സൗന്ദര്യറാണിയാം പ്രയത്നിനിക്ക് ചുടുചുംബനം നൽകാൻ ആശയുണ്ട്. സൗന്ദര്യറാണിയാം പ്രയത്നിനിക്ക് ചുടുചുംബനം നൽകാൻ ആശയുണ്ട്. ചുടുചുംബനം നൽകാൻ ആശയുണ്ട്. കേശവൻ നായർ സാറാമ്മയോട് ചോദിച്ചു, സാറാമ്മേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ? എന്നെയോ? അതെ, അത് കൊള്ളാം. ചുംബനക്കാര്യമൊന്നും നമ്മുടെ കരാറിലില്ല. അന്ന് കേശവൻ നായർക്ക് മദ്രാസിൽ നിന്നും ഒരു ഉയർന്ന ജോലിക്ക് ഓർഡർ വന്ന കാര്യം സാറാമ്മ അറിയിച്ചു. അപ്പോൾ എൻ്റെ ശമ്പളവും കൂട്ടുമായിരിക്കുമല്ലേ? തീർച്ചയായും. നേരം സന്ധ്യയായപ്പോൾ സാറാമ്മ കേശവൻ നായരുടെ കട്ടിൽ ചെന്നിരുന്ന് ചോദിച്ചു, മദ്രാസിൽ പോകാനുള്ള പണം? എൻ്റെ വാച്ചും മോതിരവും വിറ്റു. അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിലിരുന്നു. ചില കാല സ്നേഹിച്ച കാര്യമോർത്ത് കണ്ണീർ കടങ്ങൾ ഉരുണ്ടു വീണു. ചില കാല സ്നേഹിച്ച കാര്യമോർത്ത് കണ്ണീർ കടങ്ങൾ ഉരുണ്ടു വീണു. കേശവൻ നായരുടെ കണ്ണുനീർ തുള്ളികൾ ആ മെത്തയിൽ പതിച്ചു. നീ എൻ്റെ കൂടെ പോരുന്നു? അവൾ സമ്മതം മൂളി. അടുത്ത ദിവസം കേശവൻ നായർ യാത്രയ്ക്ക് തയ്യാറായി. കേശവൻ നായർ സാറാമ്മയുടെ മുറിയിൽ ചെന്നപ്പോൾ മുറിയിലെ കതവ് തുറന്നു കിടക്കുന്നു. അവളുടെ കട്ടിലെ ഒരു തുണ്ട് കടലാസിൽ കേശവൻ നായരുടെ കണ്ണുകൾ പതിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രിയപ്പെട്ട അപ്പച്ചനും ചിറ്റമ്മയും അറിയാൻ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസ്വരൂപിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിരിക്കുന്നു. എന്നെ സ്ത്രീധനമില്ലാതെ വിവാഹം ചെയ്യാൻ മുഷിഞ്ഞ ഉടുതുണിയോടെ ഒരാൾ എത്തിയിരിക്കുന്നു. ഞാൻ പോവുകയാണ് എന്ന് സാറാമ്മ. കേശവൻ നായർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അതാ നിൽക്കുന്നു തൻ്റെ എല്ലാമായ പ്രണയിനി. സാറാമ്മ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും റെയിൽവേ പാളത്തിൻ്റെ താഴേക്ക് നോക്കി. കണ്ണീരൊഴുകുന്നു തങ്കം പോലെ, പ്രതിബിംബം കാണുന്നു നീലാകാശം. കണ്ണീരൊഴുകുന്നു തങ്കം പോലെ, പ്രതിബിംബം കാണുന്നു നീലാകാശം. അവിടെ ആ യാത്രക്കിടയിൽ കേശവൻ നായർ സാറാമ്മ കൊടുത്ത ഒരു പൊതിയഴിച്ചു നോക്കി. അതിൽ നിന്നും ദാ ഇറങ്ങി വരുന്നു. ശമ്പളമായി കിട്ടിയ രൂപയിൽ നിന്ന് 1 രൂപ മുടക്കി വാങ്ങി ലോട്ടറി അടിച്ച് കിട്ടിയ രൂപയടക്കം അയാൾ അത് എണ്ണി നോക്കി. 1099 രൂപ. ഇതുകൊണ്ട് ഒരു വാച്ചും മോതിരവും വാങ്ങണം. സാറാമ്മ അവളുടെ ബ്ലൗസിനിടയിൽ നിന്നും അനേക കാലത്തെ വേർപ്പിൽ കുളിച്ച ഒരു കത്തെടുത്ത് കേശവൻ നായർ കൊടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസ്വരൂപികവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. സാറാമ്മ കേശവൻ നായരെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. നന്ദി, നമസ്കാരം.